എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ എക്കണോമിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. 4ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം, തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യമായിരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പഠിച്ചതായിരിക്കും. എന്നാൽ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചോദ്യം നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. മോഡൽ എക്സാമിനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ടത് ഉണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത് എല്ലാ മക്കൾക്കും ഉപകാരപ്പെടുന്നതാണ്. എക്കണോമിക്സ് പൊതുവെ എല്ലാവർക്കും ടഫ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ ഇതൊക്കെ വരുന്നതാണ്, ഒരുപാട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പഠിക്കണം. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? രണ്ട് രീതിയിലാണ് ഈ ചോദ്യം വരിക. അതായത് A-B ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് A-B-C ഒക്കെ ഇടാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻ required for profit maximization of a perfectly competitive firm in short run. ഹ്രസ്വ കാലയളവിലെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലെ പരിപൂർണ മത്സര കമ്പോളത്തിലെ സ്ഥാപനം എങ്ങനെയാണ് ലാഭം പരമാവധിയാക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ പൂർണ്ണ മത്സര കമ്പോളത്തിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തുടങ്ങിയവയാണ് നമുക്ക് ഇതില് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതേണ്ടതും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇതിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെക്കേണ്ടത് എന്താണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെഡിങ് നമ്മൾ ഇങ്ങനെ കൊടുക്കുക, എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് എഴുതുക. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പരിപൂർണ മത്സര കമ്പോളം അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളം. എന്നിട്ട് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, എന്താണ് പൂർണ്ണ മത്സര കമ്പോളം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഈസ് there are large number of buyers and sellers, buy and sell homogeneous product at homogeneous price. അല്ലെ, ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമുള്ള കമ്പോളത്തെയാണ് പരിപൂർണ മത്സര കമ്പോളം എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ ഞാൻ ഒറ്റ ശ്വാസത്തിലാണ് പറയുന്നത്. വളരെ ഷോർട്ട് ആക്കിയിട്ട് നമ്മുടെ വീഡിയോ വളരെ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ അതൊന്ന് ഈ 1-ൽ ഇട്ട് കാണുന്നതിന് പകരം 1x-ൽ ഇട്ട് കാണുന്നതിന് പകരം 0.5-ൽ ഇട്ട് കാണുക. അപ്പൊ നിങ്ങൾക്ക് വോയിസ് ഒന്നുകൂടെ സ്പീഡ് കുറച്ച് കേൾക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേ വിലക്ക് വിൽക്കുന്ന ധാരാളം വിൽപ്പനക്കാരും ഉപഭോക്താക്കളുമുള്ള കമ്പോളം എന്നാണ്. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ തിയറി. ഓക്കെ, അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഡെഫിനിഷൻ. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ പ്രത്യേകതകൾ, എന്താണ് അതിന്റെ സവിശേഷതകൾ. അപ്പൊ നിങ്ങൾ അടുത്ത ഹെഡിങ് കൊടുക്കും, എന്ത്, പരിപൂർണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ. എന്നിട്ട് ഒന്നാമത്തെ പോയിന്റ് എഴുതും, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്, ധാരാളം എന്താണ് ഉപഭോക്താക്കൾ, ബയേഴ്സ് ഉപഭോക്താക്കൾ, ധാരാളം വാങ്ങുന്നവർ, അല്ലെ, അങ്ങനെയൊക്കെ എഴുതാം. ധാരാളം ഉപഭോക്താക്കൾ എന്ന് എഴുതാം, ധാരാളം വാങ്ങുന്നവർ എന്ന് എഴുതാം. രണ്ടാമത്തെ പോയിന്റ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, ധാരാളം വിൽപ്പനക്കാർ, ധാരാളം സെല്ലേഴ്സ് ഉണ്ട്, ധാരാളം വിൽപ്പനക്കാരുണ്ട്. രണ്ട് പോയിന്റ് ആയി. മൂന്നാമത്തേത് എന്താണ്, ഹോമോജനസ് പ്രോഡക്റ്റ്, ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സജാതീയ ഉൽപ്പന്നങ്ങൾ. ഹോമോജനസ് പ്രൈസ്, നാലാമത്തെ പോയിന്റ് ഹോമോജനസ് പ്രോഡക്റ്റ്, മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഹോമോജനസ് പ്രൈസ് ആണ്, ഒരുപോലെയുള്ള ഉൽപ്പന്നം, അതുപോലെ ഒരുപോലെയുള്ള വില അല്ലെങ്കിൽ ഒരേ വില. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ് ആണ് പെർഫെക്റ്റ് നോളജ് ഓഫ് ദ മാർക്കറ്റ് കണ്ടീഷൻ. പെർഫെക്റ്റ് നോളജ് ഓഫ് ദ മാർക്കറ്റ് കണ്ടീഷൻ, മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്, അതായത് പ്രവേശിക്കാനും പുറത്തു പോകാനുമുള്ള സ്വാതന്ത്ര്യം. ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ഗതാഗത ചെലവ് ഇല്ല. സിംഗിൾ പ്രൈസ്, ഏക വില, അത് നമ്മൾ പറഞ്ഞു അല്ലെ, ഹോമോജനസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ പിന്നെന്താണ്, ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്, വിൽപ്പന ചെലവ് ഇല്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്,
പ്രൈസ് ടേക്കർ. അതാണ് ഈ മാർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പ്രൈസ് ടേക്കർ ആണ്, വില സ്വീകർത്താവ്. മക്കളെ 5-8 പോയിന്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു 6 പോയിന്റ് ഇതിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത് പഠിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി മൂന്നാമത് എന്താണ്, ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടീഷൻസ് ആണ് പാലിക്കേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ലാഭം പരമാവധിയാക്കാൻ പാലിക്കേണ്ട കണ്ടീഷൻസ് എന്താണ്? 3 കണ്ടീഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് MC ആൻഡ് MR ഷുഡ് ബി ഈക്വൽ. MCയും MRും ഈക്വൽ ആകണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. MCയും MRും തുല്യമാകണം, MC MRന് സമമാകണം, ഇങ്ങനെയൊക്കെ എഴുതാം. രണ്ടാമത്തെ പോയിന്റ്, MC ഷുഡ് ബി ഡിക്രീസിങ് അല്ലെ, സോറി, MC ഷുഡ് ബി ഇൻക്രീസിങ് അല്ലെങ്കിൽ നോൺ ഡിക്രീസിങ്. MC ഷുഡ് ബി ഇൻക്രീസിങ്, MC വർദ്ധിക്കണം അല്ലെങ്കിൽ MC ഉയരണം, MC കൂടണം, ഇങ്ങനെയൊക്കെ എഴുതാം. MC ഷുഡ് ബി ഇൻക്രീസിങ് അല്ലെങ്കിൽ MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. ഓക്കെ, ഇൻക്രീസിങ് എഴുതാണ് നല്ലത്, നോൺ ഡിക്രീസിങ് എഴുതുന്നേക്കാളും. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ആയി. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? പ്രൈസ് ഷുഡ് ബി എയ്തർ ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ AVC. ഓക്കെ, അതായത് AVCക്ക് തുല്യമോ AVCയേക്കാൾ കൂടുതലോ ആയിരിക്കണം വില. വസ്തുവിന്റെ വില AVCക്ക് തുല്യമോ AVCയേക്കാൾ കൂടുതലോ ആയിരിക്കണം. 3 കണ്ടീഷൻസ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ലാഭം പരമാവധിയാക്കാൻ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻ ആണ് പാലിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ MC ഷുഡ് ബി ഈക്വൽ ടു MR എന്നുള്ളതാണ്. MC ഈക്വൽ ടു MR, MCയും MRും തുല്യമാകണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് MC ഷുഡ് ബി ഇൻക്രീസിങ്. MC കർവ്, നിങ്ങൾ ആ കർവ് കണ്ടാൽ മനസ്സിലാവും. MC കർവ് മുകളിലേക്ക് അങ്ങനെ ഉയർന്നു പോകും, പ്രൈസ് ലൈനിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകും. ഓക്കെ, MC ഷുഡ് ബി ഇൻക്രീസിങ്, MC ഉയരണം, MC കൂടണം. മൂന്നാമത്തേത് പ്രൈസ് ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ AVC. പ്രൈസ് ഈസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ AVC. വില, വസ്തുവിന്റെ വില AVCക്ക് തുല്യമോ AVCയേക്കാൾ ഉയർന്നതോ അല്ലെങ്കിൽ കൂടുതലോ ആയിരിക്കണം. ഓക്കെ, ഇതാണ് 3 കണ്ടീഷൻ. ഈ കണ്ടീഷന് ശേഷം നമ്മൾ ആ ചിത്രം അങ്ങോട്ട് താഴെ കൊടുക്കും. എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിനെ കാണിക്കുന്ന അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ലാഭം പരമാവധി ആക്കുന്നതുമായി ബന്ധപ്പെട്ട ചിത്രം താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ ചിത്രം അങ്ങോട്ട് വരച്ചു വെക്കുക. ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? ആ ചിത്രത്തിൽ നമുക്ക് ക്വാണ്ടിറ്റിയുടെ അളവുണ്ട്, പ്രൈസിന്റെ അളവുണ്ട്, അതായത് പ്രൈസ് ലൈൻ ഉണ്ട്, SMC ഷോർട്ട് റൺ ആയതുകൊണ്ട് SMC കർവ് ഉണ്ട്, SAC കർവ് ഉണ്ട്, AVC കർവ് ഉണ്ട്, പ്രൈസ് ഈക്വൽ ടു MR ഈക്വൽ ടു AR എന്ന് പറയുന്ന ഒരു കർവ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ചിത്രം കാണിക്കുന്നത്. ആ ചിത്രത്തില് നമ്മൾ എന്താ പറയുന്നത്? അറ്റ് ദ പോയിന്റ് ഓഫ് E എന്ന് പറയുന്ന ബിന്ദുവില് ഓൾ ദ 3 കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തില് 3 കണ്ടീഷൻസും, അതായത് നേരത്തെ പറഞ്ഞ ലാഭം പരമാവധി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 3 കണ്ടീഷൻസും ആ പിന്നെ E എന്ന് പറയുന്ന ബിന്ദുവിൽ വെച്ച് എന്താവുന്നുണ്ട്? ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നുണ്ട്. അതായത് അറ്റ് ദ പോയിന്റ് E all the 3 conditions are fulfilled. The first condition of the equilibrium MR equal MC or SMC is attained at the point E. അതായത് ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള MR MCക്ക് ഈക്വൽ ആകുന്നു എന്ന് പറയുന്നത് E എന്ന് പറയുന്ന ബിന്ദുവിൽ വെച്ച് ഫുൾഫിൽ ആണ്. സെക്കൻഡ് കണ്ടീഷൻ, ഇക്വിലിബ്രിയം ഈസ് സാറ്റിസ്ഫൈഡ് അറ്റ് ദ Q level, at the quantity Q level of the output when SMC is not falling but rising. അതായത് Q ലെവലില്, അതായത് ക്വാണ്ടിറ്റി Q എന്ന് പറയുന്ന ആ അവസ്ഥയിൽ SMC കർവ്, അതായത് MC കർവ് മുകളിലേക്ക് ഉയർന്നു പോകുന്നതായിട്ട് കാണാം. രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. മൂന്നാമത്തേത് എന്താണ്? The third condition is fulfilled or equilibrium is fulfilled at the Q level of output where price is higher than AVC. Q എന്ന് പറയുന്ന ഔട്ട്പുട്ടില് പ്രൈസ് AVCക്ക് മുകളിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അങ്ങനെ വരുമ്പോ നമുക്ക് അവിടെ ഈ പറഞ്ഞ 3 രീതിയിൽ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ആകുമ്പോൾ E എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷനിൽ വെച്ചിട്ട് ഫുൾഫിൽ ആകുമ്പോൾ therefore equilibrium price of OP and output is OQ.
OP എന്ന് പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസ്, OQ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അറ്റ് Q ഔട്ട്പുട്ട്, Q എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലെവലില് TR അതായത് ടോട്ടൽ റവന്യൂ ഈസ് OP EQ ആൻഡ് TC ഈസ് OR SQ എന്ന് കാണാൻ സാധിക്കും. അതായത് TR എന്ന് പറയുന്ന മൊത്തം റവന്യൂ OP EQ-നെയും അതുപോലെ തന്നെ TC എന്ന് പറയുന്ന മൊത്തം ചെലവ് OR SQ-നെയും കാണിക്കും. അതായത് ഈ OR SQ is subtracted from OP EQ, OR SQ എന്ന് പറയുന്ന ടോട്ടൽ റവന്യൂവിനെ TC ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള OP EQ കൊണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ, ഒരു ബോക്സ് അവിടെ കാണാം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് RPES എന്ന് പറയുന്ന ഒരു ഷേഡഡ് ഏരിയ നമുക്ക് കിട്ടും. അതാണ് ആ സ്ഥാപനത്തിന്റെ ലാഭം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി 8 മാർക്ക് കയ്യിലാകും. ഇത് 4 മാർക്കിനും 3 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, ഒരു സംശയവും വേണ്ട. അപ്പോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ, ഈ ക്ലാസ്സുകളൊക്കെ എത്രത്തോളം ഉപകരിച്ചു അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഗുണം ചെയ്തു എങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത് കിട്ടാൻ സഹായകമാകും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.